ഡൽഹി സമരത്തിനെതിരായ വിദ്വേഷ പ്രസ്താവനയിൽ ടി.ജി. മോഹൻദാസിനെ തള്ളി ആർ.എസ്.എസ്. ടി.ജി. മോഹൻദാസിന്റെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയമെന്ന് ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹ് കെ.ബി. ശ്രീകുമാർ പറഞ്ഞു. ടി.ജി. മോഹൻദാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ആർ.എസ്.എസ്. അതിനോട് ഒരു തരത്തിലും യോജിക്കുന്നില്ലെന്നും ആർ.എസ്.എസ്. വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ രാജ്യത്തിന്റെ യുവമനസ്സണിഞ്ഞിരുന്ന ഡൽഹി സമരത്തെപ്പറ്റി ആർ.എസ്.എസ്. സഹയാത്രികനായ ടി.ജി. മോഹൻദാസ് നടത്തിയ നീചവും നികൃഷ്ടവുമായ ഈ പ്രസ്താവനയ്ക്കൊപ്പമില്ലെന്ന് ആർ.എസ്.എസ്. നേതൃത്വം വ്യക്തമാക്കുകയാണ്. ടി.ജി. മോഹൻദാസിന്റെ വിദ്വേഷ പരാമർശങ്ങൾ വലിയ വിവാദമായ സാഹചര്യത്തിലാണ് ആർ.എസ്.എസിന്റെ വിശദീകരണം. ടി.ജി. മോഹൻദാസ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണെന്ന് ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹ് കെ.ബി. ശ്രീകുമാർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. മോഹൻദാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അത്തരം കാഴ്ചപ്പാടോട് ഒരു തരത്തിലും ആർ.എസ്.എസ്. യോജിക്കുന്നില്ലെന്നും കെ.ബി. ശ്രീകുമാർ വ്യക്തമാക്കി. അതേസമയം ടി.ജി. മോഹൻദാസിനെ തള്ളിപ്പറയാൻ ബി.ജെ.പി. ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു വി. മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം. ടി.ജി. മോഹൻദാസിന്റെ വിദ്വേഷ വർത്തമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്ന് തുടരുകയാണ്. മട്ടാഞ്ചേരി ചെർളായിലെ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചെരുപ്പിനടിച്ച ശേഷം മോഹൻദാസിന്റെ കോലം പ്രവർത്തകർ കത്തിച്ചു. വിവിധ വിദ്യാർത്ഥി സംഘടനകളും മോഹൻദാസിന്റെ നീച പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറും നേരത്തെ ഡൽഹി സമരത്തിനെതിരെ വിമർശനമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.